അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. അഞ്ചാം ക്ലാസ്സിലെ പ്രിയപ്പെട്ട കുട്ടികളെ, പരീക്ഷ അടുത്തുകൊണ്ട് വരികയാണ് അല്ലേ? പൊതുപരീക്ഷ ഫെബ്രുവരി 8-ന് ആരംഭിക്കും, എല്ലാവർക്കും അറിയാം. അപ്പോൾ അഖീദ 2023 ചോദ്യപേപ്പറിൻ്റെ റിവിഷനാണ് ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത്. അഖീദയെ സംബന്ധിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അഖീദ വളരെ സിമ്പിളായൊരു വിഷയമാണ്. പ്രത്യേകിച്ച് നമ്മൾ മനസ്സിലാക്കേണ്ടത് അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങൾ 8, 9, 10 മുതലുള്ള അവസാനം വരെയുള്ള പാഠങ്ങൾ, ആ പാഠത്തുനിന്ന് അരക്കൊല്ല പരീക്ഷയ്ക്ക് ശേഷം എടുത്ത പാഠങ്ങളിൽ നിന്ന് മൊത്തത്തിലായിട്ട് ഒരു 30-35 മാർക്കിൻ്റെ ചോദ്യം ഉണ്ടാവുള്ളൂ. ബാക്കി ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ വരുന്നത് അതിന് മുമ്പേ എടുത്ത പാഠങ്ങളാണ്. അഥവാ 1 മുതൽ 7 ഉൾപ്പെടെയുള്ള പാഠങ്ങൾ. ആ പാഠങ്ങളാണ് ഏറ്റവും കൂടുതൽ നമ്മൾ ശ്രദ്ധിച്ച് പഠിക്കേണ്ടത്. കാരണം ഒരു 75 മാർക്കിൻ്റെ ചോദ്യവും ആ ഭാഗത്തു നിന്നായിരിക്കും. ബാക്കി 35 മാർക്കേ 8ാം പാഠം മുതൽ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക. അപ്പോൾ നമ്മൾ 2023 ചോദ്യപേപ്പറിലേക്ക് നോക്കാം. ഫസ്റ്റ് നോക്കുക, ചേർത്തി എഴുതാം. ഇവിടെ ഉത്തരങ്ങളുണ്ട്: മുഅ്ജിസത്ത്, സ്വഹാബത്ത്, അള്ളാഹു, ഷിർക്ക്, ഔലിയാ, കറാമത്ത്. ഇവിടെ എത്ര ചോദ്യം ഉണ്ട് നോക്കുക എല്ലാവരും. 1, 2, 3, 4, 5 ചോദ്യം ഉണ്ട്. ഇവിടെ ഉത്തരങ്ങളോ 6 ഉണ്ട്. അപ്പോൾ 1 ഒഴിവാക്കണം എന്നുള്ളത് ആദ്യം നമുക്ക് മനസ്സിലായി. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കുക. നമുക്ക് ജീവിത വിഭവങ്ങൾ ഒരുക്കി തരുന്നു. നമുക്ക് ജീവിക്കാൻ ആവശ്യമായ കാര്യങ്ങൾ ഒരുക്കി തരുന്ന ആരാണ്? വളരെ സിമ്പിളാണ് ഉത്തരം, അള്ളാഹു ആണ് അല്ലേ? അടുത്തത്, ഭയമോ ദുഃഖമോ ഇല്ലാത്തവർ, പേടിയില്ല ടെൻഷനും ഇല്ല, അതാരാണ്? മുഅ്ജിസത്താണോ, സ്വഹാബത്താണോ, അള്ളാഹു ആണോ, ഷിർക്കാണോ, ഔലിയാ ആണോ, കറാമത്താണോ? നമ്മൾ പഠിച്ചതാണ്. അലാ ഇന്ന ഔലിയാ അല്ലാഹി ലാ ഖൗഫുൻ അലൈഹിം വലാ ഹും യഹ്സനൂൻ. ആരാണത്? അള്ളാഹുവിൻ്റെ ഔലിയാക്കന്മാർക്ക് എന്തില്ല? ഒരു പേടി ഉണ്ടാവില്ല, ഒരു ടെൻഷൻ ഉണ്ടാവില്ല. അടുത്ത 3, അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹനായി മറ്റൊരാളുണ്ടെന്ന് വിശ്വാസം. അള്ളാഹു അല്ലാതെ ഇബാദത്തിന് അർഹൻ, ആരാധനക്ക് അർഹൻ വേറൊരാളുണ്ടെന്ന് വിശ്വസിച്ചാൽ എന്തായി? ഷിർക്കായി, അള്ളാഹുവിൽ പങ്കു ചേർക്കലായി. അടുത്തത് 4, അമ്പിയാക്കൾ പ്രകടിപ്പിക്കുന്ന അസാധാരണ സംഭവം. അമ്പിയാക്കൾ പറഞ്ഞാൽ നബിമാര് പ്രകടിപ്പിക്കുന്ന ചില സാധാരണക്ക് വിരുദ്ധമായ ചില സംഭവം. ഉദാഹരണം പറയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്ത് ചെയ്തു? കൈകളുടെ വിരലുകൾക്കിടയിലൂടെ വെള്ളം പുറപ്പെടുവിച്ചു. അതൊരു അത്ഭുതമാണ് അല്ലേ? അങ്ങനെ നടക്കുന്ന അസാധാരണമായ സംഭവങ്ങൾക്ക് എന്താ പറയുക? അത് മുഅ്ജിസത്ത് എന്ന് പറയുക. അതായത് അമ്പിയാക്കൾ അഥവാ നബിമാരിൽ നിന്നുണ്ടാകുന്ന അത്ഭുത സംഭവങ്ങളാണ് മുഅ്ജിസത്ത്. ഔലിയാക്കൾ, മുഹിദ്ദീൻ ഷെയ്ഖ്, റിഫായി ഷെയ്ഖ് പോലത്തെ മഹാന്മാരിൽ നിന്നുണ്ടാകുന്ന ഔലിയാക്കളിൽ നിന്നുണ്ടാകുന്നതാണെങ്കിൽ കറാമത്ത് എന്നും പറയും. നമ്മൾ പണ്ട് പഠിച്ചതാണ്. അടുത്ത്, നക്ഷത്ര തുല്യരാണ്. നക്ഷത്ര തുല്യർ ആരാണ്? സ്വഹാബികളാണ് നക്ഷത്ര തുല്യർ. അപ്പോൾ ബാക്കി 1 കറാമത്താണ് ഇതിൽ നിന്ന് ഒഴിവാക്കേണ്ടത്. ബാക്കിയുള്ള 5 ഉത്തരായി. അടുത്ത്, ശരി അടയാളപ്പെടുത്താനാണ്. ഇതിലേതാണ് ശരി? അതിന് ശരി അടയാളപ്പെടുത്തുക. 1, അള്ളാഹുവിൻ്റെ ഇഷ്ടവും സംതൃപ്തിയും ലഭിച്ചവരാണ്. അള്ളാഹിൻ്റെ ഇഷ്ടം ലഭിച്ചവരാരാണ്? ജിന്നുകളാണോ, ഔലിയാക്കളാണോ, മുബ്തദി? ജിന്നുകൾ എന്ന് പറഞ്ഞാൽ ആരാ? നമ്മൾ പഠിച്ചിട്ടുണ്ട്. അഥവാ കണ്ണുകളെ കൊണ്ട്, മനുഷ്യന്റെ കണ്ണുകളെ കൊണ്ട് കാണാൻ കഴിയാത്ത അള്ളാഹുവിൻ്റെ ഒരു തരം സൃഷ്ടികളാണ് ജിന്നുകൾ അല്ലേ? ഔലിയാക്കൾ പറഞ്ഞാലോ? ഔലിയാക്കൾ എന്ന് പറഞ്ഞാൽ ഇബാദത്ത് ചെയ്ത് അള്ളാഹുവിലേക്ക് അടുത്ത ആളുകളാണ്. മുബ്തദി എന്ന് പറഞ്ഞാലോ? മുബ്തദി എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ നമ്മൾ പറയില്ലേ, മുജാഹിദ്, ജമാഅത്ത് ഇസ്ലാമി, തബ്ലീഗ്, അങ്ങനെ ഉള്ള പുതിയ പ്രസ്ഥാനക്കാരായ കുറെ ആൾക്കാരുണ്ടല്ലോ, ഓൽക്കാണ് എന്ത് പറയാ? മുബ്തദി. ഓൽക്ക് മൊത്തത്തിൽ പറയുന്ന പേരാണ് മുബ്തദി. നമ്മൾ ടെക്സ്റ്റ് ബുക്കിൽ പഠിച്ചിട്ടുണ്ട്, പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്ന, അത് പിൻപറ്റുകയും ചെയ്യുന്ന ആളുകളാണ് മുബ്തദി എന്ന് പറഞ്ഞാൽ. അപ്പോൾ ഓല ഏതായാലും അള്ളാഹു ഇഷ്ടപ്പെടൂല. പിന്നെ ജിന്നുകൾ മനുഷ്യന്മാരെ പോലെ സാധാരണ അള്ളാഹു സൃഷ്ടിച്ചൊരു സൃഷ്ടികൾ മാത്രം. പിന്നെ ആരാണ് അള്ളാഹു ഇഷ്ടപ്പെടുക? ഔലിയാക്കളാണ്. അപ്പൊ ഇതിന്റെ ഉത്തരം എന്താണ്? ഔലിയ ആണ്. അടുത്തത്, നൈൽ നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി ആരാണ്? ഈ പാഠം വളരെ പ്രധാനപ്പെട്ട പാഠാട്ടോ. ഈ കറാമത്തിനെ സംബന്ധിച്ച് പറയുന്ന പാഠം വളരെ പ്രധാനപ്പെട്ട പാഠം. ഒരുപാട് ചോദ്യങ്ങൾ ആ പാടുന്നുണ്ട്. നൈൽ നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി ആരാണ്? നമുക്കറിയാം. ആ ചരിത്രം നമ്മൾ ആദ്യം ഓർത്തു വെക്കണം. എന്താണ് ആ ചരിത്രം? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു എന്ത് ചെയ്തു? ഈജിപ്ത് കീഴടക്കി അല്ലേ? മിസ്ർ അത് കീഴടക്കിയിട്ട് അവിടെ ഒരു ഗവർണർ നിയമിച്ചു. ഇനി നമ്മൾ കലക്ടർ എന്നൊക്കെ പറയുന്ന പോലെ അവിടുത്തെ ഒരു ഗവർണർ നിയമിച്ചു. ആരാണ് ഗവർണർ? അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. ഈ അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു അടുത്ത ഗവർണർ. അപ്പോൾ അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു നദി ഉണ്ട്. അതിന്റെ പേരെന്താ? നൈൽ നദി അല്ലേ? ആ നൈൽ നദിക്ക് ഒരു പതിവുണ്ട് എന്ന് നാട്ടുകാർ പറഞ്ഞു. ആരോട്? ഗവർണറോട്. എന്തായിരുന്നു പതിവ്? അവിടെ ഒരു നല്ല സുന്ദരിയായ ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്യണം? ആ നൈൽ നദിയിലേക്ക് ഇടണം. എന്തിനു വേണ്ടിയിട്ട്? നൈൽ നദി ഇടയ്ക്ക് എന്ത് ചെയ്യും? സ്റ്റോപ്പാവും. ഒഴുകുന്നത് സ്റ്റോപ്പാകും. അങ്ങനെ ഒഴുകുന്നത് സ്റ്റോപ്പായി കഴിഞ്ഞാൽ പിന്നീട് ഒഴുകണമെങ്കിൽ എന്ത് ചെയ്യണം? നല്ല ഒരു ഗ്ലാമർ ഉള്ള ഒരു പെൺകുട്ടിയെ അണിയിച്ചൊരുക്കിയിട്ട് എന്ത് ചെയ്യണം? ആ നദിയിലേക്ക് എറിയണം. എന്താലേ? അങ്ങനെ ആ ഒരു സംഭവം ഉണ്ടായിരുന്നു. അങ്ങനെ നദി എന്തായി? സ്റ്റോപ്പായി. അപ്പോൾ എല്ലാവരും ഗവർണറോട് പറഞ്ഞു ഇങ്ങനെ സംഭവം ഉണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ഗവർണർ എന്ത് ചെയ്തു? ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു കത്തെഴുതിയപ്പോൾ ബഹുമാനപ്പെട്ട ഉമർ റളിയല്ലാഹു അൻഹു തിരിച്ച് കത്തെഴുതി. എന്തായിരുന്നു ആ കത്തിന്റെ ഉള്ളടക്കം?
നൈൽ നദിയോട് ഉമർ റളിയല്ലാഹു അൻഹു സംസാരിക്കുകയാണ്, അല്ലെ, നൈലെ നീ സ്വന്തമായിട്ടാണ് ഒഴുകുന്നതെങ്കിൽ, ഇത്രയും കാലം നീ സ്വന്തമായിട്ടാണ് നിന്റെ ഇഷ്ടപ്രകാരമാണ് നീ ഒഴുകിയതെങ്കിൽ നീ നിന്നോ, നമുക്ക് കുഴപ്പമില്ല. നേരെ മറിച്ച് അള്ളാന്റെ കൽപ്പന പ്രകാരം അള്ളാന്റെ ഉദ്ദേശപ്രകാരമാണ് നീ ഒഴുകുന്നതെങ്കിൽ എന്ത് ചെയ്തോ, നീ ഇനിയും ഒഴുകിക്കോ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ അള്ളാഹുവിനോട് ദ്വാരക്കുകയാണ്, നീ ഒഴുകാൻ വേണ്ടിയിട്ട്, നിന്നെ ഒഴുക്കാൻ വേണ്ടി ഞാൻ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നു എന്ന് പറഞ്ഞിട്ട് കത്തെഴുതി, അല്ലേ. അങ്ങനെ ആ കത്ത് എന്ത് ചെയ്തു, നൈൽ നദിയിൽ കൊണ്ടിടാൻ പറഞ്ഞു. അപ്പോൾ ആ നൈൽ നദി എന്തായി, സ്റ്റോപ്പായി. നൈൽ നദി വീണ്ടും ഒഴുകി. അവിടെ നമ്മൾ ആ ചരിത്രത്തിൽ പഠിക്കേണ്ട 2-3 സംഭവങ്ങളുണ്ട്. ഒന്ന്, ആ ചരിത്രത്തിലെ ക്യാരക്ടർ. ഒന്ന് ബഹുമാനപ്പെട്ട അംർ ഇബ്നുൽ ആസ് റളിയല്ലാഹു അൻഹു. മറ്റൊന്ന് അവിടെ ഏത് രാജ്യമാണ് കീഴടക്കിയത്, പിന്നെ മിസ്ർ, അല്ലെ, മിസ്ർ കീഴടക്കിയതിന് ശേഷമാണ് ആ സംഭവം ഉണ്ടായത്. പിന്നെ നൈൽ നദിയുടെ പതിവ് എന്തായിരുന്നു, അത് നിന്ന് പോവലായിരുന്നു. അണിയിച്ചൊരുക്കിയ ഒരു പെൺകുട്ടിയെ എന്ത് ചെയ്യണം, അവിടെ അതിലേക്ക് ഒഴുക്കി കളയണം എന്നൊക്കെ പറഞ്ഞിട്ട്. പിന്നെ അവിടെ ആരാണ് കത്തെഴുതിയത്, ഉമർ റളിയല്ലാഹു അൻഹു ആണ് കത്തെഴുതിയത്. പിന്നെ അവിടെ പഠിക്കേണ്ട, പരീക്ഷയ്ക്ക് ചോദ്യം വരുന്നൊരു ഭാഗമുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. ഇതാ, മിൻ അബ്ദില്ലാഹി ഉമർ റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു നിന്നാണ് ഈ കത്ത്. അള്ളാഹുവിന്റെ അടിമയായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അമീറുൽ മുഅ്മിനീന ഇലാ നൈൽ മിസ്ർ, മിസ്റിലെ നൈൽ നദിയിലേക്ക്. അമ്മാ ബഅദ് ഫഇൻ കുന്തി തജിരി മിൻ ഖിബലിക്കി ഫലാ തജിർ, നീ സ്വന്തമായിട്ടാണ് നീ ഒഴുകുന്നതെങ്കിൽ നീ ഒഴുകണ്ട. വഇൻ കാന അല്ലാഹു യുജിരിക്കി, അള്ളാഹു ആണ് നിന്നെ ഒഴുക്കുന്നതെങ്കിൽ ഫസ്അലുൽ വാഹിദൽ ഖഹാർ അൻ യുജിരിക്കി. ഇവിടെ പരീക്ഷയ്ക്ക് ചോദ്യം വരും, ഫസ്അലുൽ വാഹിദൽ ഖഹാർ അൻ യുജിരിക്കി, ഇത് പൂരിപ്പിക്കാൻ. അപ്പൊ ഇത് കാണാതെ പഠിക്കുക. വഇൻ കാന അല്ലാഹു യുജിരിക്കി ഫസ്അലുൽ വാഹിദൽ ഖഹാറ അൻ യുജിരിയക്കി എന്ന് പറയുന്ന ആ ഭാഗം പൂരിപ്പിക്കാൻ വരും. അതാണ് ആ ചരിത്രത്തിൽ നമ്മൾ പഠിക്കേണ്ട പാഠങ്ങൾ. അപ്പൊ ഇവിടെ ചോദ്യം ഇതാണ്, നൈൽ നദിയിൽ ഇടാൻ കത്തെഴുതിയ ഭരണാധികാരി മുആവിയ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഉമർ റളിയല്ലാഹു അൻഹു. ഉത്തരം വളരെ സിമ്പിളാണ്, ഉമർ റളിയല്ലാഹു അൻഹു. അടുത്തത്, അമ്പിയാക്കൾ അല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? അമ്പിയാക്കൾ പറഞ്ഞാൽ നബിമാര്, നബിമാരല്ലാത്ത മനുഷ്യരിൽ ഏറ്റവും ശ്രേഷ്ഠരാരാണ്? ഉലമാ. ഉലമാ പറഞ്ഞാൽ എന്താ? ഉലമാ പറഞ്ഞാൽ പണ്ഡിതന്മാർ. ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള ഓരോ പുസ്തകന്മാരില്ലേ, ഓലൊക്കെ ഉലമാ ആണ്. അവരാണോ നബിമാർ കഴിഞ്ഞ ഏറ്റവും വലിയ മനുഷ്യന്മാർ, ഏറ്റവും നല്ല ശ്രേഷ്ഠർ? അല്ല. പിന്നെ സ്വഹാബികൾ. സ്വഹാബികൾ പറഞ്ഞാൽ എന്താ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കണ്ട ആളുകൾ, ഈമാനോടുകൂടി നബി തങ്ങളെ കണ്ട ആളുകൾ, അല്ലെ, നബി തങ്ങളെ വിശ്വസിച്ച് നബി തങ്ങളെ കണ്ട ആളുകൾ, അവരാണ് സ്വഹാബികൾ. താബികൾ എന്ന് പറഞ്ഞാലോ, ആ സ്വഹാബികളെ കണ്ടു പക്ഷെ നബിനെ കണ്ടിട്ടില്ല, സ്വഹാബികളെ കണ്ട ആളുകളാണ് താബികൾ. അവരിൽ ഏറ്റവും ശ്രേഷ്ഠർ ആരാണ്? സ്വഹാബികളാണ്. കാരണം ഓലാണ് നബിനെ കണ്ടോല്. താബികളെക്കാളും പവർ ആയിരിക്കാണ് സ്വഹാബികൾക്കാണ്. അപ്പോൾ അവിടെ ഉത്തരം എന്താണ്? സ്വഹാബികൾ. അടുത്ത്, പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ. നമ്മൾ ഇതിന്റെ ഉത്തരം പറഞ്ഞപ്പോൾ പറഞ്ഞിരുന്നു, പ്രമാണങ്ങൾ സ്വന്തമായി വ്യാഖ്യാനിക്കുന്നവർ ആരാണ്? മുബ്തദികൾ, ജിന്നുകൾ, മലക്കുകൾ. ജിന്നുകൾ എന്തായാലും അല്ല. പിന്നെ മലക്കുകളാണോ? അല്ല. പിന്നെ മുബ്തദികളാണ്. എന്താ ഉത്തരം? മുബ്തദികൾ. അടുത്ത്, അള്ളാഹുവിനോട് നടത്തുന്ന സഹായാർത്ഥന. അള്ളാഹുവിനോട് നമ്മൾ തേടുന്ന ഒരു സഹായാർത്ഥന ശുക്ർ, അത് നന്ദിയാണോ? അല്ല ഇബാദത്ത്, ആരാധനയാണോ? അദ്ദുആ, പ്രാർത്ഥനയാണോ? ഏതാണ്? പ്രാർത്ഥന. അതാണ് ശരിയായ ഉത്തരം. അടുത്ത പൂരിപ്പിക്കാനാണ്, പൂർത്തിയാക്കാം ബ്രാക്കറ്റിൽ നിന്ന്. അല ഇന്ന ഡാഷ് അല്ലാഹി അലൈഹിം ഡാഷ് യഹ്സനൂൻ വലാഹും ലാ ഖൗഫുൻ ഔലിയ. ഔലിയ ഫസ്റ്റ് കൊടുക്കുക. അപ്പോൾ അല ഇന്ന ഔലിയ അല്ലാഹി, പിന്നെ ലാ ഖൗഫുൻ രണ്ടാമത്, ലാ ഖൗഫുൻ അലൈഹിം വലാഹും യഹ്സനൂൻ ലാസ്റ്റ്. മനസ്സിലായില്ലേ? അപ്പോൾ ഇതാണ് അതിന്റെ ഓർഡർ കേട്ടോ. ഇത് നമ്മൾ കാണാതെ പഠിക്കണം, ഒരുപാട് പരീക്ഷയ്ക്ക് വന്ന ആയത്താണിത്. അടുത്ത്, ഖുൽ ലാ മൻ ഫിസ് അർളി വൽ അർളി ഇല്ലല്ലാഹ്. അപ്പോൾ ഖുൽ ലാ യഅലമുൽ ഗൈബ, ലാ യഅലമുൽ ഗൈബ മൻ ഫിസ് സമാവാതി വൽ അർളി, അങ്ങനല്ല. ഖുൽ ലാ യഅലമു മൻ ഫിസ് സമാവാതി, ഇവിടെ സമാവാത്ത്, വൽ അർളി അൽ ഗൈബ ഇല്ലല്ലാഹ്. അൽ ഗൈബ് ഇവിടെ കൊടുക്കുക, അപ്പൊ കറക്റ്റായി. അടുത്ത 3, ഇന്നാ നഹ്നു, നഹ്നു ഇവിടെ, നസ്സൽന ദിക്റ, ദിക്റ രണ്ടാമത്, വ ഇന്നാ ലഹു ലഹാഫിളൂൻ. അപ്പൊ അത് കാണാതെ പഠിച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരം എഴുതാൻ കഴിയും. അടുത്ത് ചേരുമ്പടി ചേർക്കാനാണ്, വളരെ സിമ്പിൾ ആയ ഒരു ചോദ്യമാണ്. ഒന്നെന്താ, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇബ്രാഹിം അലൈഹി സ്വലാം, ഉമർ റളിയല്ലാഹു അൻഹു, ഈസാ. ഇവിടെ ഓരോ സംഭവം കൊടുത്തു. തീ കുണ്ടാരത്തിൽ എറിഞ്ഞു. ഈ തീ കുണ്ടാരത്തിൽ ഏത് നബിനെ എറിഞ്ഞത്? നമുക്കറിയാം, ഇബ്രാഹിം നബി അലൈഹി സ്വലാമിനാണ് തീ കുണ്ടാരത്തിൽ എറിഞ്ഞത്. അപ്പൊ ഇത് പിന്നെ ഫസ്റ്റത്തെ എന്താണ് ഇവിടെ എഴുതേണ്ടത്. അടുത്ത്, മരിച്ചവരെ ജീവിപ്പിച്ചു. മരിച്ചവരെ ജീവിപ്പിച്ചവരാരാണ്? ഈസാ നബി അലൈഹി സ്വലാം. സെക്കൻഡാമത്തെ ഇവിടെ എഴുതുന്നുണ്ട്. അതുപോലെ ഇസ്രാ മിറാജ്. ഇസ്രാ മിറാജ് ആർക്കുണ്ടായത്? നമ്മുടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് ഉണ്ടായത്. അടുത്ത്, നൈൽ നദിക്ക് കത്ത് എഴുതി നൽകി. അത് നമ്മൾ ആരാണ്? ഉമർ റളിയല്ലാഹു അൻഹു ആണ്. അപ്പൊ ആ ഭാഗം ക്ലിയർ ആയി. അടുത്ത് നോക്കുക, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതാനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് ഡാഷ്. എന്താണ്? എന്നിവയാണ് സുന്നത്ത്. അതായത് നമ്മൾ 4 പ്രമാണങ്ങൾ പഠിച്ചിട്ടുണ്ട്: ഖുർആന്, സുന്നത്ത്, ഇജ്മാ, ഖിയാസ്. അവിടെ നമ്മൾ പഠിക്കേണ്ട അവിടെ സുന്നത്ത് എന്നാൽ എന്ത്, ഇജ്മാ എന്നാൽ എന്ത്, ഖിയാസ് എന്നാൽ എന്ത്, ഈ 3ന്റെയും ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കണം. പരീക്ഷയ്ക്ക് ചോദ്യം 2 രൂപത്തിൽ വരും. ഇവിടെ ഇപ്പോൾ ഡെഫിനിഷൻ തന്നിട്ടുണ്ട്, പേരെഴുതാനാണ്.
അല്ലെങ്കിൽ പേര് തന്നിട്ട് ഡെഫിനിഷൻ എഴുതാനും അങ്ങനെ ഉണ്ടാവും. അപ്പൊ അത് പഠിക്കുക. ഇവിടെ ചോദ്യം വന്നത് എന്തിനെ കുറിച്ചാണ്? സുന്നത്തിനെ കുറിച്ചാണ്. ചില സമയത്ത് ഇജ്മാഇനെ കുറിച്ച് വരാറുണ്ട്, ചില സമയത്ത് ഖിയാസിനെ കുറിച്ചൊക്കെ വരാറുണ്ട്. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ വാക്ക്, പ്രവൃത്തി, ഉദ്ദേശം, മൗനാനുവാദം എന്നിവയാണ് എന്ത്? സുന്നത്ത്. അടുത്തത്, ജിന്നുകളിൽ നിന്ന് ഏറ്റവും വലിയ ധിക്കാരിയും നിഷേധിയുമാണ് ആരാണ്? ഏറ്റവും വലിയ ധിക്കാരി നിഷേധിയും ഇബിലീസ് അല്ലെ. അടുത്ത്, സൃഷ്ടികളിൽ സാധാരണഗതിയിൽ അറിയാത്തത്. സൃഷ്ടികൾക്ക് സാധാരണഗതിയിൽ അറിയില്ല, അതെന്താണ്? അൽ ഗൈബ് അല്ലെ, ഇൽമുൽ ഗൈബ്, അദൃശ്യജ്ഞാനം. അടുത്ത്, ഖുർആൻ അവതരണാരംഭമായ ആയത്തുകൾ ഉൾക്കൊള്ളുന്ന സൂറത്ത്. ഏതാണ് ആ സൂറത്ത്? ആദ്യമായി ഖുർആനിൽ ഇറങ്ങിയ ആയത്തുള്ള സൂറത്ത് ഏതാ? ഇഖ്റ ബിസ്മി റബ്ബിക്കൽ അല്ലെ. സൂറത്ത് ഇഖ്റ ബിസ്മി എന്ന് എഴുതിയാലും ഉത്തരം ശരിയാണ്, അല്ലെങ്കിൽ സൂറത്തുൽ അലഖ് എന്ന് എഴുതിയാലും ശരിയാണ്. അടുത്ത 5, സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത് ഏതാണ്? അരിദ്ദത്തു, മുർത്തദ്ദാവുക അല്ലെ, മതഭ്രഷ്ടനാവുക, മതത്തിൽ നിന്ന് പുറത്തു പോവുക. അതാണ് എന്ത്? സത്യനിഷേധത്തിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായത്. അടുത്ത് വ്യക്തമാക്കാം, ബിദ്അത്തുൽ ദലാലത്ത് എന്നാൽ എന്ത്? ബിദ്അത്തുൽ ദലാലത്ത് എന്നാൽ എന്ത് എന്ന് 4 മാർക്കിന്റെ ചോദ്യമാണ്. അപ്പൊ അതിന്റെ ഡെഫിനിഷൻ നമ്മൾ പഠിച്ചു വെക്കണം. ഇതാ, ഖുർആന്, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബത്തിന്റെ പ്രസ്താവന എന്നിവയോട് എതിരായവ ബിദ്അത്തുൽ ദലാലത്താണ്. പഠിക്കുക, ഖുർആന്, ഹദീസ്, ഇജ്മാഅ് 3 ഖുർആൻ, ഹദീസ്, ഇജ്മാഅ്, സ്വഹാബത്തിന്റെ പ്രസ്താവന 4 എന്നിവയുടെ എതിരായ കാര്യത്തിനാണ് എന്ത് പറയുക? ബിദ്അത്തുൽ ദലാലത്ത് എന്ന് പറയുക. അത് അങ്ങനെ തന്നെ കാണാൻ പഠിക്കുക. അടുത്ത, അൽ കറാമത്തു. കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? കറാമത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ ഔലിയാക്കളിലൂടെ നടക്കുന്ന അസാധാരണ സംഭവങ്ങൾക്കാണ് എന്ത് പറയുക? കറാമത്ത് എന്ന് പറയുക. അത് ഇവിടെ പറയുന്നുണ്ട്. ഔലിയാക്കളിലൂടെ പ്രകടമാകുന്ന അസാധാരണ സംഭവങ്ങൾക്ക് കറാമത്ത് എന്ന് പറയുന്നു. അടുത്ത, അൽ ഖുലഫാഉ റാഷിദീൻ എന്ന പേരിൽ അറിയപ്പെട്ടവർ. 4 ഖുലഫാഉ റാഷിദീങ്ങൾ, 4 ആളെ പേര് എഴുതിയ 4 മാർക്ക് കിട്ടും. എല്ലാവർക്കും വളരെ സിമ്പിൾ ആണ്. അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു, ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, അലി ബിൻ അബി താലിബ് റളിയല്ലാഹു അൻഹു. അടുത്ത, സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട അവരെ മാത്രം എടുത്തെഴുതുക. അപ്പൊ ഇതില് സ്വർഗം കൊണ്ട് സന്തോഷ വാർത്ത അറിയിക്കപ്പെട്ട 10 സഹാബികളുണ്ട് അല്ലെ. ആ 10 സഹാബികളിൽ നിന്ന് പിന്നെ എന്താ ഇതാ, ഇതിലെ ആരൊക്കെയാണ്? ഇതിലെ അല്ലാത്തവരും കൊടുത്തിട്ടുണ്ട്. അപ്പൊ അതിൽ നിന്ന് അവരെ മാത്രം തെരഞ്ഞെടുത്തതാണ്. ഒന്ന് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു, ശരിയല്ലേ? ആണ്. ഹാരിസ് റളിയല്ലാഹു അൻഹു ഉണ്ടോ? ഇല്ല, 10 ഇല്ല. സുബൈർ ബിൻ അവാം റളിയല്ലാഹു അൻഹു ഉണ്ട്. ത്വൽഹത്ത് ബിൻ ഉബൈദില്ലാ റളിയല്ലാഹു അൻഹു ഉണ്ട്. ത്വൽഹ റളിയല്ലാഹു അൻഹു ഉണ്ട്. അലി റളിയല്ലാഹു അൻഹു ഉണ്ട്. പിന്നെ സഅദ് റളിയല്ലാഹു അൻഹു ഉണ്ട്. അംർ ബിൻ ആസ് റളിയല്ലാഹു അൻഹു ഇല്ല. മിസ്അബ് റളിയല്ലാഹു അൻഹു ഇല്ല. നമ്മൾ ആ ബുർദന്റെ ലാസ്റ്റ് വരി പഠിച്ചാൽ നമുക്ക് അതിന്റെ ഉത്തരം കിട്ടും. ആ ബുർദന്റെ വരി നമ്മൾ ലാസ്റ്റ് ബൈഹാട്ടാക്കിയാൽ മതി. സുമ്മറിള അൻ അബി ബക്കറിൻ വ അൻ ഉമരി വ അൻ അലിയും വ അൻ ഉസ്മാന ദിൽ കറമി സഅദിൻ സഈദിൻ സുബൈറിൻ ത്വൽഹാത്തിൻ വ അബി ഉബൈദത്തിൻ വബിനി ഔഫിൻ ആശിരിൽ കറമി. ആ വരി 2 വരി പഠിച്ചു വെച്ചാൽ അതിൽ 10 ആളുകളെ പേരും പഠിക്കുന്നുണ്ട്. അതൊക്കെ. ഇനി അടുത്ത ഉത്തരം എഴുതാം. ദോഷങ്ങൾ ഈമാൻ തെറ്റിപ്പോകാൻ കാരണമാകുന്നു പറഞ്ഞു. ആരാണ്? അബുൽ ഹഫ്സുൽ ഹദ്ദാദ് റളിയല്ലാഹു അൻഹു. അടുത്ത്, മുർത്തദ്ദായി മരണപ്പെട്ടാൽ ചെയ്യാവതല്ല എന്തെല്ലാം? അയാളെ മയ്യത്ത് നിസ്കരിക്കാനോ മുസ്ലിമീങ്ങളുടെ ഖബർസ്ഥാനിൽ മറവ് ചെയ്യാനോ പാടില്ല. അതാണ് അതിന്റെ ഉത്തരം. അടുത്ത്, തൗഹീദ് എന്നാൽ എന്ത്? ഇത് നമ്മൾ ഫസ്റ്റ് ഭാഗത്ത് പഠിക്കുന്ന ഉത്തരാണ്. തൗഹീദ് എന്നാൽ എന്ത്? അതിന്റെ ഉത്തരം ഞങ്ങൾക്ക് കാണിച്ചു തരാം. അതാ, അള്ളാഹുവിന്റെ ദാത്തിലും അഥവാ സത്തയിലും സിഫാത്തിലും വിശേഷണങ്ങളിലും അഫ്ആലിലും പ്രവർത്തനങ്ങളിലും ഏകനാണ്. ഈ വിശ്വാസത്തിന് തൗഹീദ്, ഏകദൈവ വിശ്വാസം എന്ന് പറയുന്നു. പഠിക്കണം, ഇത് നമ്മൾ ശരിക്കും പഠിക്കണം. ഇവിടെ തൗഹീദ് ഷിർക്ക് 2ന്റെ ഡെഫിനിഷൻ പഠിക്കണം. ഒരുപാട് പരീക്ഷയ്ക്ക് വന്ന ചോദ്യമാണ്. അതൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഭാഗമാണ്. അത് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം? അത് നിർബന്ധമായി പഠിക്കണം. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച ഇമാമുകൾ ആരെല്ലാം? ആ ചോദ്യവും അതുപോലെ തന്നെ പിന്നെ 4 മദ്ഹബിന്റെ ഇമാമുകളുടെ പേരും അത് രണ്ടും നമ്മൾ നല്ലോണം ബൈഹാട്ടാക്കി വെക്കണം. കാരണം റിപ്പീറ്റഡ് ഒരുപാട് പരീക്ഷയ്ക്ക് ചോദിക്കുന്ന ചോദ്യമാണത്. 2ന്റെ ഉത്തരം ഞാൻ ഇവിടെ പറഞ്ഞുതരാം. ഇതാ, ഈ പാഠത്തിൽ അഹ്ലു സുന്നത്തി വൽ ജമാഅ എന്നുള്ള പാഠത്തിലാണ് അതിന്റെ ഉത്തരം ഉള്ളത്. ഇതാ, ഇമാം അബുൽ ഹസനിൽ അഷ്അരി റഹിമഹുല്ല, ഇമാം അബൂ മൻസൂരിൽ മാതുരിദി റഹിമഹുല്ല. ഈ 2 മഹാന്മാരാണ് എന്ത് ചെയ്ത് വിശ്വാസപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ചത്. ഇനി കർമ്മപരമായ കാര്യങ്ങൾ തെളിവ് സഹിതം വിശദീകരിച്ച് മദ്ഹബിന്റെ ഇമാമുകളാണ്.
ആ ക്രോഡീകരിച്ചവരാരാണ്? കർമ്മപരമായ വിധികളുടെ ക്രോഡീകരണം പൂർത്തീകരിച്ചത് ഇമാം അബൂ ഹനീഫ റളിയല്ലാഹു അൻഹു, പിന്നെ ഇമാം മാലിക് റഹിമഹുല്ല, ഇമാം ഷാഫി റഹിമഹുല്ല, ഇമാം അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു അൻഹു. ഇത് പരീക്ഷയ്ക്ക് വരുന്ന ചോദ്യമാണ്, അത് പഠിച്ചു വെക്കുക. ഏതായാലും അള്ളാഹു എല്ലാവർക്കും നല്ല വിജയം നൽകട്ടെ. അസ്സലാമു